മലയാളം മനസ്സിലെഴുതി ചേർത്ത MT എന്ന രണ്ടക്ഷരത്തിന് ഇന്ന് 91-ാം പിറന്നാൾ. ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം ജൂലൈ 15-നും നക്ഷത്രപ്രകാരം കർക്കിടകത്തിലെ ഉത്രട്ടാതിയിലുമാണ് MTക്ക് പിറന്നാൾ. മലയാള സാഹിത്യത്തിലെ മഹാവൃക്ഷമായി MT ഇന്നും പടർന്നു നിൽക്കുന്നു. ഭാരതപ്പുഴയുടെ തീരത്തെ കൂടല്ലൂർ ഗ്രാമത്തിൽ സാഹിത്യവുമായോ എഴുത്തുമായോ സിനിമയുമായോ ബന്ധമില്ലാത്തൊരു വീട്. ആ വീട്ടിൽ ചേട്ടൻ വല്ലപ്പോഴും കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ മാത്രം വായിച്ചു വളർന്നൊരു ബാല്യം. വാസു എന്ന വിളിപ്പേരുള്ള വാസുദേവന്റെ ജീവിതം അങ്ങനെയാണ് തുടങ്ങിയത്. വായന പതിയെ എഴുത്തിലേക്ക്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഉന്തുവണ്ടി എന്ന ആദ്യ കഥ. ഇരുകാലിലും സ്വാധീനമില്ലാത്ത ഒരാളെ ഉന്തുവണ്ടിയിലിരുത്തി പണം ശേഖരിക്കുന്ന ഒരാളോടുള്ള ദേഷ്യമായിരുന്നു ആ കഥയിൽ. പക്ഷേ ആദ്യം അച്ചടിമഷി പരന്നത് എഴുതിയ ലേഖനത്തിനാണ്. ചിത്രകേരളം എന്ന ഒരു മാസികയിൽ. ആദ്യം VN തെക്കേപ്പാട്ട് എന്ന പേരിൽ ഒന്നെഴുതി. SK പൊറ്റക്കാട് എന്ന പേരിനോടുള്ള പ്രചോദനമായിരുന്നു അത്. പിന്നീട് തകഴിയെപ്പോലെ സ്ഥലം വെച്ച് വേറൊന്ന് കൂടല്ലൂർ വാസുദേവൻ നായർ എന്ന പേരിൽ അയച്ചു. വേറൊന്ന് MT വാസുദേവൻ നായർ എന്ന പേരിലും. മാസിക വന്നപ്പോൾ അയച്ച 3 ലേഖനങ്ങളും വന്നു. മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമായി വളർന്ന MT എന്ന എഴുത്തുകാരൻ്റെ ജനനം അവിടെ തുടങ്ങുകയായി. വിക്ടോറിയ കോളേജിൽ ബിരുദത്തിന് പഠിക്കുമ്പോഴാണ് MTയുടെ ആദ്യ കഥാസമാഹാരം രക്തം പുരണ്ട മൺതരികൾ പുറത്തിറങ്ങുന്നത്. പിന്നീടങ്ങോട്ട് എത്രയെത്ര കഥകൾ, ലേഖനങ്ങൾ, സിനിമകൾ. 3 തലമുറകളെ വായിപ്പിച്ച സാഹിത്യകാരൻ, 3 തലമുറകളെ നവീന ഭാവകത്വത്തിലേക്കുയർത്തിയ സിനിമക്കാരൻ. അങ്ങനെ എന്തെല്ലാം. നിളയുടെ കുട്ടിയായി വളർന്നു വലുതായി നമ്മുടെയെല്ലാം അഭിമാനമായി മലയാളത്തിൻ്റെ പര്യായമായ MTയായി മാറി. നിളയുടെ അനുഗ്രഹം കൊണ്ടാകാം ഇന്നും MTയിൽ നിന്ന് അക്ഷരം ഉറവയെടുക്കുന്നത്. അതൊരു നദിയായി വായനക്കാരിലേക്ക് ഒഴുകുമ്പോൾ സുഹൃതമാവുകയാണ് ആ എഴുത്തും എഴുത്തുകാരനും വായനക്കാരനുമെല്ലാം. സ്മാരകങ്ങളിലെങ്കിലും MTയുടെ ഭാവകത്വത്തിലും ആസ്വാദനത്തിൻ്റെ ഉന്നതമായ ശൃംഗങ്ങളിലും അക്ഷരങ്ങളുടെ നിളയായി MT സാഹിത്യവും സിനിമയും ഒഴുകുക തന്നെ ചെയ്യും. ഇനിയും ഒരുപാട് തലമുറകളിലേക്ക് കൂടി. മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് അമൃത ന്യൂസ്, കോഴിക്കോട്.